പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പില്ല. ഒരു പരീക്ഷയിൽ പാസ്സായിട്ട് നമ്മൾ ആ ഉത്തരങ്ങൾ മുഴുവനും പിന്നീട് എഴുതി വെക്കുന്ന ഒരു സംഗതിയല്ലല്ലോ ഇത്. എല്ലാം പുതിയതാണ്. നമുക്ക് അറിഞ്ഞുകൂടാ ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്തു, ഒരു സിനിമ വിജയിച്ചു. ആ വിജയിച്ചത് അതേ ഫോർമാറ്റ്, അതേ കഥ, അതേ തിരക്കഥയിൽ രണ്ടാമത് വരുമ്പോൾ ഇതെന്തിനാണ് ഇത് മറ്റേ സിനിമയല്ലേ എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ വിജയ ശതമാനം ഇങ്ങനെയല്ല. ഒരു സിനിമയ്ക്ക് എപ്പോഴും വിജയ ശതമാനം 10% വിജയമുള്ളൂ. 90% പരാജയ സാധ്യതകളും 10% വിജയ സാധ്യതകളും മാത്രമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. അപ്പോൾ ഓരോ കഥയും ഓരോ സിനിമയും നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇല്ല. ഒരു പ്രാവശ്യം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ കൂട്ട് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം വീണ്ടും അതുപോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നല്ലല്ലോ സിനിമ. ഒരു വേറെ തരം ഒരു ക്രാഫ്റ്റ് അല്ല. ടെക്നിക്കലി എല്ലാം ഒരുപോലെ ആയിരിക്കും, പക്ഷേ അതിനൊരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ. ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് പുതിയതാണ്. അതിനകത്തുള്ള കഥാസന്ദർഭങ്ങൾ, അതിൻ്റെ ഒരു ഗ്രാഫ് എല്ലാം വേറെയാണ്. അതുകൊണ്ട് എല്ലാ സിനിമകളും പരീക്ഷണങ്ങൾ തന്നെയാണ്. എൻ്റെ എല്ലാ സിനിമകളും പരീക്ഷണങ്ങളാണ്. ഈ സിനിമയും പരീക്ഷണമാണ്. കാരണം ആൾക്കാരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കൂട്ടമായിരുന്ന് രസിക്കാൻ വേണ്ടിയിട്ടും ചിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതല്ലാതെ ഇതൊരു ഫിലോസഫിക്കൽ സിനിമയോ ഒരു ഇൻ്റലക്ച്വൽ സിനിമയോ ദുർഗ്രാഹ്യമായ സിനിമയോ ഒന്നുമല്ല. ഇത് ആളുകൾക്ക് കണ്ട് രസിക്കാൻ വേണമെങ്കിൽ രസിക്കാം, ചിരിക്കാം, വിമർശിക്കാം, ചർച്ച ചെയ്യാം. അതിനൊക്കെ സാധ്യതകളുള്ള സിനിമയാണ്. ഇത്രയും ഒരു എളുപ്പം ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കുറെ അധികം റിസർച്ച് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തുകൊണ്ടാണ് അത്രയും സീരിയസ് ആയിട്ട് അതിന് കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം? എല്ലാ സിനിമയെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്യാതെ, കാരണം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഒരു സിനിമാ സംവിധായകൻ ഒരു സെറ്റിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സ് ഞാൻ ഇങ്ങനെ തന്നെയാണോ പെർഫോം ചെയ്യേണ്ടത്, ഈ ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെ ഈ കഥാപാത്രം ഡയലോഗ് പറയാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഈ കഥാപാത്രം ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് പലതരം ചോദ്യങ്ങൾ ഈ സെറ്റിനുള്ളിൽ ആർട്ട് ഡയറക്ടർ നമ്മൾ ചോദിക്കും. ഈ ആർട്ട് പ്രോപ്പർട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കൃത്യമാണോ, കറക്റ്റാണോ, ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, ആക്ടേഴ്സ്, ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാ സമയത്തും എല്ലാ ചോദ്യങ്ങളും എല്ലാ തരത്തിലുള്ള ടെക്നീഷ്യൻസും നമ്മളോട് ചോദിക്കും. ഇതിങ്ങനെയാണോ, ഇതിങ്ങനെയല്ലേ. അപ്പോൾ നമ്മൾ അതങ്ങനെ വേണ്ട, യെസ് ഓർ നോ ഒരു സംവിധായകൻ പറയണം. അത് തെറ്റായാലും ശരിയായാലും ആ യെസ് ഓർ നോ പറയണമെങ്കിൽ മിനിമം നമുക്കൊരു ധാരണ വേണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ യെസ്സും നോയും നമ്മൾ പറയാൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ഈ സിനിമയല്ല, ഞാൻ എന്ത് സിനിമയെ കുറിച്ച് ചെയ്താലും ആ പഠനമില്ലാതെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മൊത്തം എൻ്റെ ഇമാജിനേഷനിലുള്ള കാര്യമായിരിക്കും. ആ ഇമാജിനേഷനിലുള്ള കഥ പറയുമ്പോഴും ആ ലോജിക് വൈസ് ഉള്ള ആൻസേഴ്സ് പറയാൻ ബാധ്യസ്ഥനാണ്. അറിവില്ലാതെ പറ്റില്ല, അറിവ് ശേഖരിക്കാതെ പറ്റില്ല. ഇതൊരു സിനിമയായിട്ട് മാത്രം കാണേണ്ട ഒന്നാണ്. ഇതൊരു ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമ മാത്രമാണ്. ഇതൊരു ഡോക്യുമെൻ്ററി അല്ല. നിങ്ങൾ യൂട്യൂബ് അടിച്ച് നോക്കിയാൽ സ്പായിലെ റെയ്ഡുകൾ അല്ലെങ്കിൽ സ്പായിൽ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കൊച്ചി സ്പാ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന മുഴുവനും റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ എത്രയോ വാർത്തകൾ യൂട്യൂബിൽ കിടക്കുന്നു, എത്രയോ കാര്യങ്ങൾ എത്രയോ പ്രാവശ്യം വീഡിയോയിൽ വന്നിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും പലപ്പോഴായിട്ട് വാർത്തകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് സ്പായെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്പായുടെ ഗ്രേ ഷെയ്ഡ്സിനെ മെൻഷൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പോസിറ്റീവ്സ് പറഞ്ഞിട്ടില്ലായിരിക്കും, നെഗറ്റീവ്സ് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമ വന്നു കഴിയുമ്പോൾ ആളുകൾ ചിലപ്പോൾ ഇതിനെ ചിരിക്കുമായിരിക്കും. എന്തായാലും യൂട്യൂബിൽ വാർത്തകളിൽ വന്നിട്ടുള്ളത് അത്രയും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റിൽ സിനിമ ഒരു വലിയ മാധ്യമമായതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നേക്കാം. ഇത് സ്പായെക്കുറിച്ച് മാത്രമല്ല, സൊസൈറ്റിയിലുള്ള മനുഷ്യന്മാരെക്കുറിച്ച്, മനുഷ്യരുടെ ഹിപ്പോക്രസിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, സ്പായെക്കുറിച്ച് മാത്രമല്ല. പിന്നെ അത്തരത്തിൽ ഒരു സ്പായിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് റെയ്ഡ് നടക്കുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നു, അല്ലെങ്കിൽ ഇനി അത് കൊച്ചിയിലേക്ക് റെയ്ഡ് വന്നേക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭയക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംസാരിക്കേണ്ടത് ഒരുപക്ഷെ ഈ സ്പാ നടത്തുന്ന ആൾക്കാർ കുറച്ചുകൂടെ ബെറ്ററായിട്ട് സംസാരിക്കാം. എനിക്കുള്ള സുകേഷ്
സ്പാ നടത്തുന്ന ആളാണ്. സുകേഷിന് എന്തെങ്കിലും പറയണമെങ്കിൽ താങ്കൾക്ക് സുകേഷിനോട് ചോദിക്കാം. കുറച്ച് ഞാൻ സിനിമയെ കുറിച്ചാണ് പറയുന്നത്. സുകേഷ് എന്തെങ്കിലും പറയണം. എനിക്കവിടെ ഒരു സ്പാ ഓണർ ഇതിനെക്കുറിച്ച് ഇതുവരെ എവിടെയെങ്കിലും സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഓർമ്മയിലില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സുകേഷിനോട് ചോദിക്കാം. സുകേഷ് എണീറ്റിട്ടുണ്ട് തോന്നുന്നല്ലേ? ഹലോ സുകേഷ്, ഇതുപോലൊരു ജേർണലിസം സുകേഷ് എന്താ പഠിച്ചത്? ഞാൻ ഓക്കെ, ഇവർക്ക് എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ സ്പാ ഓണർ എന്നത് ഒറ്റയ്ക്കും ഒരു സ്പാ ഓണറെ തന്നെ ചിലപ്പോൾ കണ്ടു കാണില്ല. നമ്മളെപ്പോഴും വാർത്തകളിൽ കുറെ ഇങ്ങനെ കേൾക്കുന്നതാണ് അല്ലേ. എൻ്റെ പേര് സുകേഷ്. ഞാൻ 2010 മുതൽ ഇവിടെ എറണാകുളത്തുണ്ട്. ഞാൻ IT മേഖലയിലായിരുന്നു. ബാംഗ്ലൂർ, അതുപോലെ തന്നെ ട്രിവാൻഡ്രം ടെക്നോ പാർക്ക്, അതേപോലെ തന്നെ ഇവിടെ 2014 മുതൽ ഐ ബീൻ റണ്ണിങ് എ IT services company called Pivotal Solutions, and I started SPA in 2019. So I was also a consultant with the United Nations as an online strategy consultant. I have worked in various different fields when it comes to online strategy and communication. So ഞാൻ ആദ്യമായി ഒരു സ്പായിൽ കയറുന്നത് ഞാൻ 2010 ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാം. ബാംഗ്ലൂരിൽ നിന്ന് ടെക്നോ പാർക്കിലേക്ക് വന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് 2010 എനിക്കൊരു ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതായത് 5-6 മണിക്കൂറുണ്ട്. അവർ എനിക്കൊരു വേറെ ടിക്കറ്റൊക്കെ തന്നു. ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്ത് ചെയ്യും ഈ സമയം കൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരു സ്പാ ഉണ്ട്, O2 സ്പായാണ്. ഇന്ന് ആ ബ്രാൻഡിന്നില്ല, വേറൊരു ബ്രാൻഡിലാണ് അവർ. അപ്പോൾ ഞാൻ മടിച്ച് പേടിയോടെ, കാര്യം നമ്മൾക്ക് അന്ന് ഞാൻ ഇൻകമൊക്കെ വളരെ പ്രശ്നത്തിലാണ്, ക്രെഡിറ്റ് കാർഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മടിച്ച് ഞാൻ ആ സ്പായിലേക്ക് കയറി ചെന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പരിപാടി എന്ന് ചോദിച്ചു, മെനു ഒക്കെ ചോദിച്ചു. അപ്പോൾ ഇവര് ഫുഡ് മസാജ്, ഹെഡ് മസാജ് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് മസാജ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ കുഴപ്പമൊക്കെ കാലിൽ തേച്ച് കൊടുക്കും, നിങ്ങളോടൊക്കെ പറഞ്ഞാവും അല്ലേ. അങ്ങനെ തേച്ച് കൊടുച്ചാലാണ് എനിക്ക് ഈ പരിപാടി ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫുഡ് മസാജ് ആവാം, മെനു നോക്കി ഫുഡ് മസാജ് ആവാം. ആൻഡ് ആ മൂമെന്റ് ആക്ച്വലി ചേഞ്ച് മൈ ലൈഫ്. അതായത് എൻ്റെ സ്പായിൽ ഞാൻ പറഞ്ഞത് എവ്രി വൺ ഡിസേർവ്സ് എ ഗുഡ് മസാജ് എന്നാണ്. ദ മൂമെന്റ് ദാറ്റ് ആ ട്രെയിൻഡ് തെറാപ്പിസ്റ്റ് ടച്ച് ചെയ്യുന്ന മുതൽ ആ ഒരു 45 മിനിറ്റ്സ് ഐ വാസ് ലിറ്ററലി സ്ലീപ്പിംഗ്. അന്നാണ് ഞാൻ ആക്ച്വലി സ്പാ എന്താണെന്ന്, ആക്ച്വലി എന്താണ് ഒരു എക്സ്പീരിയൻസ് എവരി വൺ ഷുഡ് ഗെറ്റ് എന്നുള്ളത് ഞാൻ അന്നാണ് കാണുന്നത്. ആൻഡ് ദെൻ ഞാൻ ഇങ്ങനെ വലിയ സിറ്റീസിലൊക്കെ പോകും, ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ആളാണ്. വലിയ സിറ്റീസിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് നല്ല സ്പാ ഇത് നോക്കി ഐ യൂസ് ടു ഗോ ഡേ. ആൻഡ് അങ്ങനെ 2019 അന്ന് നിങ്ങൾ ഈ കാണുന്ന വെടിയും പുകയൊന്നും ഇല്ല കേട്ടോ. 2019 ഞാൻ എന്താ പറയാ എൻ്റെതായ സ്പാ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോട്ടോൺ ഡേ സ്പാ എന്നാണ് പേര്. കൊച്ചിയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ നമ്പർ 1 പ്രൊഫഷണൽ ഡേ സ്പാ ബ്രാൻഡാണെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും. ആൻഡ് ഓൾസോ വി ഹാവ് 4 ബ്രാഞ്ചസ്. ഗ്രാൻഡ് മാളിലുണ്ട് എടപ്പള്ളി, അതുപോലെ തന്നെ MG റോഡ് സെൻട്രൽ സ്ക്വയർ മാളിലുണ്ട്, തോപ്പുംപടിയുണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്. ആൻഡ് വി ഹാവ് പ്ലാൻസ് ടു സ്പ്രെഡ് അക്രോസ് സൗത്ത് ഇന്ത്യ ആൻഡ് ഇന്ത്യ. ഈ O2 ഒക്കെ നിങ്ങൾ കേട്ടില്ല, അതുപോലെ ഒരു വലിയൊരു ബ്രാൻഡായി മാറണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് അതുകൊണ്ട്